ഇതിൽ ആസിഫ് അലിയുടെ പടമാണെങ്കിലും വിജയരാഘവൻ ചേട്ടൻ തകർത്ത് ഒരു രക്ഷയില്ല. നമുക്ക് പഴയ എൻ എൻ പിള്ള സാറിനെ തിരിച്ചു കിട്ടിയ അവസാനത്തെ ക്ലൈമാക്സ് സീനിൽ അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ എൻ എൻ പിള്ള സാറിൻ്റെ അതേ സാധനം തന്നെയാണ് പുള്ളി വർക്ക് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വിജയരാഘവൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആസിഫിക്ക് അതുപോലെ തന്നെ പുള്ളിക്ക് കിട്ടിയ റോള് വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപർണ ബാലമുരളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു ആ തന്മാത്ര ഫീലാണ് ഈ സിനിമ നമുക്ക് പറയുന്നത്. ആ ഒരു ജോണറിൽ പിന്നെ വന്നിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമയാണ് വന്നിട്ടുള്ളത്. വാനർ ലോകം എനിക്ക് അടിപൊളി സിനിമയാണ്. ഫാമിലിയാണ്. കുറേ ത്രില്ലറുണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. കിടില സിനിമയാണ് കേട്ടോ. അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല. മനുഷ്യൻ്റെ ഒരു അവസ്ഥ അതിൽപ്പെട്ടതാണ് ഒരു മറവി. അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ചിത്രം. തീർച്ചയായിട്ടും നമ്മുടെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും അതേപോലെ തന്നെ വിജയരാഘവേട്ടൻ്റെ ബെസ്റ്റ് പെർഫോമൻസാണ്. അതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ എല്ലാവരും മികച്ചതായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്ത നല്ലൊരു കുടുംബ ചിത്രം. വളരെ 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 ഗംഭീരമായിട്ടുള്ള സിനിമ, വളരെ ഗംഭീരമായിട്ടുണ്ട്. ആസിഫ് അലിയും വിജയരാഘവനും മത്സരിച്ച് അഭിനയിച്ചൊക്കെയാണ്. പിന്നെ ഡയറക്ഷൻ, ദ ബെസ്റ്റ് ഡയറക്ഷൻ. രഞ്ജിത്തിൻ്റെ വളരെ നല്ല സ്ക്രിപ്റ്റ്. ആൻഡ് രഞ്ജിത്തിന് ഇതിന് മുമ്പിലത്തേന് അവാർഡ് കിട്ടുന്നത് തീർച്ചയായിട്ടും അവാർഡ് കിട്ടും. വളരെ നല്ലത്, ബ്യൂട്ടിഫുൾ, നല്ല ഫോട്ടോഗ്രാഫി, എവറിത്തിങ് സോ പെർഫെക്റ്റ്. പിന്നെ സസ്പെൻസ് നിലനിർത്താൻ പിന്നെ തീർച്ചയായിട്ടും ഫാമിലിക്ക് കാണാം, തീർച്ചയായിട്ടും. ആൻഡ് അവസാനത്തെ ഒരു ഷോട്ട് ഉണ്ട്, അത് നമുക്ക് അച്ഛൻ്റെയും മകൻ്റെയും ഒക്കെ സ്നേഹം തീർച്ചയായിട്ടും നമ്മൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോകും. വളരെ നല്ലതാണ്. അടിപൊളി പടം, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ഭയങ്കര ഫീലാണ് പടം. ഭയങ്കര ഗംഭീര മേക്കിങ്, നല്ല പെർഫോമൻസ്, സൂപ്പർ പടം. അടിപൊളി, ഒന്നും പറയണ്ട. ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലോട്ടാണ്. അടിപൊളി പടം, സൂപ്പർ പടം, ഒന്നും പറയില്ല. ആസിഫും അപർണയും എല്ലാവരും പൊളിച്ചു. സസ്പെൻസ് ത്രില്ലറായിട്ടുള്ളൊരു സിനിമയാണ്. ആസിഫ് അലി അതുപോലെ അപർണ, എസ്പെഷ്യലി വിജയരാഘവൻ സാറൊക്കെ വളരെ ഗംഭീരമായ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇവർ മൂന്നുപേരുമാണ് സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി നമുക്കൊക്കെ ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത്. ഒരു ലാസ്റ്റ് 30 minutes ഓഫ് ഗ്രേറ്റ് ആസിഫ് അലി, ഗ്രേറ്റ് വിജയരാഘവൻ ചേട്ടൻ. ഭയങ്കര സ്ക്രിപ്റ്റ്, ഭയങ്കര മേക്കിംഗ്, ട്രൂ ഓണം ബമ്പർ എന്ന് പറയാം. ഒരു ഫുൾ സദ്യ അഴിച്ച ഫീലുണ്ട്. ഭയങ്കര പടം. ലാസ്റ്റ് സൂപ്പറാണ്, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് അകത്തുള്ള ത്രില്ലർ, അങ്ങനെ ത്രില്ലർ കണ്ടിട്ടുണ്ട്. ഫാമിലിക്ക് അകത്തുള്ള ഒരു ത്രില്ലർ നല്ല അടിപൊളിയാണ്. ക്ലൈമാക്സ് നടക്കുമ്പോൾ ആസിഫ് അലിയുടെ പെർഫോമൻസ് ഒക്കെ ഇമോഷണലായും ആളുടെ ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ്. മൊത്തത്തിൽ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പടം തന്നെയാണ്. പ്രാവശ്യം എന്തായാലും ഫാമിലിയായിട്ട് എല്ലാവരും വന്നിരുന്ന് കാണണം. നന്നായിട്ട് എൻജോയ് ചെയ്തു. മസ്റ്റ് വാച്ച്, മികച്ചത് എല്ലാവരും. നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ച്. വളരെ നന്നായിരുന്നു. നല്ല ഇമോഷണൽ ഫിലിമാണ്.